ഇടുക്കിയിലുള്ള ഒരാൾ ആണ് ഇദ്ദേഹം. ഈ കാസറ്റ് റെക്കോർഡിംഗ് ഒക്കെ ഇല്ല, പഴയ ഡെക്കിൽ നിന്ന് ഡെക്കിലേക്ക് പകർത്തുന്ന ഒരു പരിപാടിയൊക്കെ ഇല്ലായിരുന്നു കൊണ്ട്. ഇതിനകത്ത് കുറേ പിള്ളേർക്കൊക്കെ അത് അറിയാൻ പാടില്ലായിരിക്കും, നമുക്കൊക്കെ അറിയാൻ പാടില്ല, നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. അവിടുന്ന് എല്ലാം കെട്ടുകളൊക്കെ ആയിട്ട് പോയി നേരെ വയനാട്ടിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തട്ടുമ്പുറത്ത് ഇതെല്ലാം പഴയ സാധനം കൊണ്ട് ഇട്ടുവെച്ച് പുള്ളിയുടെ കൂടെ പുള്ളിയെ സഹായിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇതിനകത്ത്. ഇടുക്കിക്കാരനാണ്, അമ്പാൻ ആലുവക്കാരനായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ശരണ്യ ഹരിയാനക്കാരി ആരാ, ഏതെങ്കിലും പേര് പറയാം, അല്ലെങ്കിൽ ചോദ്യം വരും. തോൽപ്പട്ടി, ഞാനാദ്യം തീപ്പട്ടിന്ന് കേട്ടു, പക്ഷെ തോൽപ്പട്ടി. എന്താണേലും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ചോദിക്കുന്നത്. ഇപ്പം സാറിന് ജ്യേഷ്ഠനായിട്ടാണ് നമ്മുടെ ദിലീഷ് പോത്തൻ സാറ് അഭിനയിക്കുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി സംഭവം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ചില പടങ്ങളിൽ ചെന്നിട്ട് 4-5 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തം അറിയത്തില്ല. അതിലെനിക്ക് മിക്കവാറും ആൾക്കാർക്കറിയാം ഞാൻ കഥ ഒന്നും ഞാൻ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ കേൾക്കാറില്ല. അതിന് വെള്ളയിനൊക്കെ പറഞ്ഞാൽ മതി, എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ചെന്നു എന്നോടിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ തേച്ച് മിനിക്കെടുത്തുന്നേ പറയുന്നത്. രതീഷ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടർ എന്നേ പറയുള്ളൂ. ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തു. ഈ സിനിമയിലല്ല, ഏത് സിനിമയിലാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് 2-3 ഡയറക്ടർമാരങ്ങനെ, ഒന്ന് ലിജോ സാറ്, പിന്നെ ഈ രതീഷ് സാറ്, ഇവരൊക്കെ എന്ന് പറയും ഇവരോട് അവർ ചെയ്യണതിന് ചെയ്താൽ മതി, വലിയ പണിയില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് നോക്കി എന്നാൽ മതി, അതിലും മെച്ചമായിട്ട് നമ്മൾ ചെയ്യുന്നതിലും മെച്ചമായിട്ട് അങ്ങനെ കാണിച്ചു തരും. പിന്നെ നമ്മളെ എല്ലാം പറഞ്ഞു തരും. ഒരു പടം എങ്ങനെ വിജയിപ്പിക്കണം, എങ്ങനെ പോകണം, അദ്ദേഹം എടുത്ത് ചെയ്ത് നമ്മൾ കിട്ടുന്നവരെ അദ്ദേഹം എടുക്കും. അദ്ദേഹത്തിൻ്റെ പടത്തിന് ഞാൻ 50 ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു 60 ദിവസമൊക്കെ ആകുമായിരിക്കും, എനിക്കറിയില്ല. അത് എടുത്തിട്ടേ വിടുകയുള്ളൂ. അത്ര ഗ്യാരണ്ടി ഉണ്ട് പടത്തിന്. നല്ല ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിജയപ്പടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനും പറ്റുള്ളൂ ജനങ്ങളോട്. എല്ലാവരോടും ഞാൻ സിനിമ കാണാൻ പറയാൻ പറ്റുമോ? ഇതിന് തീ പിടിച്ച വിലയല്ലേ ടിക്കറ്റിനും അതിനൊക്കെ. അപ്പോൾ അല്ല, അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥാപനത്തിനകത്ത് ഞാൻ കയറി പൈസ കുറയ്ക്കാന്ന് പറഞ്ഞ് വേറൊരു പടമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇത് ഞാനും കൂടെ അതുകൊണ്ട് ഇത് ഫുള്ള് റിസ്കിലെടുക്കുന്ന ഇറങ്ങുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, അതൊക്കെ ലിസ്റ്റിന്റെ തീരുമാനങ്ങളാണ്. ലിസ്റ്റും പൊതുവേ ഒരു സഹൃദയനാണ്, വെറുതെ നിങ്ങൾ ലോലഹൃദയനാക്കരുത് വീണ്ടും. ഇവിടെ ബാക്കില് കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത കഥാപാത്രം ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫ്രീക്കായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പൊ കുറച്ച് സ്റ്റൈലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സൈക്കോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുണ്ടാകുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർ ചെയ്യുമ്പോൾ ചാക്കച്ചനൊക്കെ ഒരുപാട് കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻട്രോവേർട്ട് അല്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ചാക്കച്ചനോട് എന്തെങ്കിലും പറയുമ്പോൾ ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമല്ലോ? ടിപ്സ് അഭിനയിക്കുന്നതായിട്ട് അതിന് മുമ്പ് പറഞ്ഞാൽ മലയാളത്തിൽ പറ. അല്ലല്ല, ചോദ്യം ചോദിക്കുമ്പോൾ എന്നോട് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ അവിടെ മാത്രം ക്ലിയർ ചെയ്താണ്. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് എല്ലാത്തിലും മാറി നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പ്രകടിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഉൾവലിഞ്ഞ അതുപോലെ ആ സാധനം അന്തർമുഖൻ. എനിക്കത് ആ ചോദ്യേ അത് കുഴപ്പിച്ച് കളഞ്ഞതല്ലേ, നൈസായിട്ട് ചോദിച്ചേ. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഒരാളെ ഞങ്ങൾ തമ്മിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനും അമ്പാനും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ വലുതായി പോകുന്നു. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് ഇതുകൂടെ അതാണ് അങ്ങനെ ഇരിക്കേ. അത് നല്ല ചോദ്യം കേട്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാനാരായി? അല്ല, ഈ ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാനാരാ? അതല്ല, അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്, അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം.
നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ള ഒരു ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് തെറ്റും ഇതൊക്കെ വരുവാണ്. ഇപ്പോൾ ഈ നൈസിൽ വിളിക്കും, ഞാൻ ഐസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പോലെ അത് ഇങ്ങനെ എടുക്കണ്ട, കൈ ഇവിടെ നിന്ന് എടുക്കണ്ട. അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടർക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പോയായിരുന്നു, നല്ലതായിരുന്നു, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യുമോ ചെയ്യില്ലെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കണത്. പിന്നെ ഇപ്പോൾ കണ്ട വാഴയിൽ പിള്ളേർ സെറ്റ് ഇറങ്ങിയേക്കണല്ല നടന്മാരാ, മോഹൻലാൽ സാറ്, മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെയുള്ള ഞങ്ങൾ ഇരിക്കുന്ന സാറന്മാർ, ഞങ്ങളെ ഇപ്പോൾ ചെറുകിടക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അവരൊന്നുമല്ല, അവരൊന്നും ഇപ്പോൾ സിനിമയിലെന്ന് പറഞ്ഞാൽ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ. എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി ഒക്കെ അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കഥ പറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണെങ്കിൽ ഇപ്പോൾ വാഴ കളിക്കുന്നു അങ്ങനെ. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരിലും ഈ പറയുന്ന പോലെ ഒരു സൈക്കോ ഫാക്ടർ ഉണ്ട് ഇല്ലേ? ഇല്ലാതില്ല. കാരണം അടിസ്ഥാന വേണ്ടു 24 മണിക്കൂർ നമ്മൾ ഒരു ദിവസം അതിൽ കുറേ നേരം കിടന്ന് ഉറങ്ങുമല്ല. ഈ ഉറങ്ങാതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടല്ല, രാവിലെ എഴുന്നേറ്റും പിന്നെ വൈകുന്നേരം വരെയുള്ള ആ സമയത്ത് നമ്മളുടെ മെൻ്റലിന് ചെറിയ ഏതോ ഒരു കുറച്ച് സെക്കൻഡ് നേരം എന്തോ ഈ പറഞ്ഞ പോലെ വരാമെന്നാണ് പറയുന്നത്, വരും. ഒരു യഥാർത്ഥ നല്ലൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അയാളൊരു ഫോൺ വന്നങ്ങ് മാറി. ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ഫോൺ വന്നു. അതൊന്നും അറിയാം, ഒരു നല്ല സുഹൃത്ത് ഇങ്ങനെ ഒന്ന് വർത്താനം പറയുന്നത്, എന്തൊരു അങ്ങനെയാണ് എങ്ങനെയാണൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് എന്തേലും ചോദിച്ചു, എടാ നീ അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു അത് സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വായിച്ച, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും സൈക്കോ അല്ല ഞാൻ. അത് എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാൻ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കഥാപാത്രം പ്രത്യേകിച്ച് അയാളുടെ ഒരു ഇമോഷണൽ ട്രോമ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞിട്ട് അതിനോട് റിലേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കണ്ട സമയത്ത് എനിക്കും തോന്നിയിരുന്നു ഇയാൾ എന്ത് സൈക്കോ ആണെന്ന് ഉള്ളൊരു തോന്നലുണ്ട്. എല്ലാവരും നോട്ട് ചെയ്തു. അപ്പം അത് ഇതിപ്പം ഈ സൈക്കോ എന്നതിനപ്പുറം അത് മനസ്സിൻ്റെ ഓരോരോ അവസ്ഥകളാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഇപ്പം അത് ഒരു ഡിസീസാണ്, ക്യാൻസർ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ചികിത്സിക്കുകയും അതിനുവേണ്ടി പണ്ടുണ്ടായിരുന്ന ഒരു ടാബും ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരു ഭ്രാന്തെന്ന് പറഞ്ഞ് അതിനെ, അല്ലെങ്കിൽ വട്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക, വളരെ കോമൺ ആയിട്ടുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നതിനപ്പുറം ഇതിന് പല ഗ്രേഡുകളുണ്ട്, വേരിയൻറ്റുകളുണ്ട്. എന്തൊക്കെ അവസ്ഥകളാണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. പണ്ട് മടി ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല, ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഓരോ കഥാപാത്രങ്ങൾക്കും അതനുസരിച്ചുള്ള ചേരുവകളും വ്യത്യസ്തതകളും ഉണ്ടാവാറുണ്ട്, മാനസിക തലങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ദുരൂഹ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പല രീതികളിലായിരിക്കും ഒരേ സിറ്റുവേഷൻ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ രസകരമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പം രാജേന്ദ്ര പ്രസാദിനെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് ഈ വ്യത്യസ്തമായ മാനസിക തലങ്ങൾ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നർമ്മവും ആക്ഷേപഹാസ്യവും ഒക്കെ ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യം.